വളരെ കൃത്യമായി ഈ സയോണിസ്റ്റ് ആക്രമണത്തെ നിശ്ചയമായും എതിർക്കപ്പെടണം. അതൊരു ഇസ്ലാമിക രാഷ്ട്രത്തിന് നേരെ നടത്തുന്നു എന്നുള്ളതല്ല. നാളെ ഇത്തരം തീവ്രവാദ പരമായിട്ടുള്ള പ്രവർത്തനം ഏതൊരു രാഷ്ട്രം നടത്തിയാലും ആ രാഷ്ട്രം നടത്തുന്ന പ്രവൃത്തികൾ, ഇപ്പോ ഇസ്രായേൽ നടത്തുന്ന തീവ്രവാദ പ്രവർത്തനമാണ്. ആ തീവ്രവാദ പ്രവർത്തനം നെതന്യാഹുവിന്റെ രാഷ്ട്രീയ നിലനിൽപ്പിന് വേണ്ടി മാത്രം നടത്തുന്ന തീവ്രവാദ പ്രവർത്തനമാണ്. ഇസ്രായേലിലടക്കം നെതന്യാഹുവിനെതിരെ ശക്തമായ പ്രക്ഷോഭം നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ വേണ്ടി നടത്തുന്ന ഇടപെടലുകൾ മാത്രമാണ് നാം കണ്ടതാണല്ലോ. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഡൊണാൾഡ് ട്രംപ് നടത്തിയിട്ടുള്ള പ്രസ്താവന, ഇപ്പൊ ഒടുവിൽ ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിന്റെ തുടർന്ന് അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രസ്താവന ഈ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ഇറാനിലെ ആഭ്യന്തര പ്രക്ഷോഭം അസ്കർ കണ്ടിട്ടില്ലേ? എവിടെയും വായിച്ചിട്ടില്ലേ അസ്കർ? ഇറാനിലെ ആഭ്യന്തര പ്രക്ഷോഭം അല്ല, ഇറാനിൽ ആഭ്യന്തര പ്രക്ഷോഭം ഏത് രാജ്യത്താണ് ആഭ്യന്തര പ്രക്ഷോഭം ഇല്ലാത്തത്? എല്ലാ രാജ്യങ്ങളിലും എല്ലാ അല്ല ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ അവിടെ വലിയ കലാപമാണെന്നുള്ള രീതിയിലാണല്ലോ ഇപ്പൊ പറഞ്ഞത്. ഖമേനിക്കെതിരെയുള്ള കലാപം, ആഭ്യന്തര കലാപം അസ്കർ കണ്ടിട്ടില്ല. അങ്ങനല്ല. ആയത്തുള്ള ഖമേനിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഇസ്ലാമിസ്റ്റ് വീക്ഷണങ്ങളെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്ത അഭിപ്രായമുണ്ട്. അതല്ല ഇപ്പോ അദ്ദേഹം ഭരണകൂടത്തിന്റെ ഭരണാധികാരിയാണ്. അപ്പോൾ സ്വാഭാവികമായും ഒരു നിമിഷം ആരിഫ് ഹുസൈൻ, രണ്ട് ചോദ്യങ്ങളാണ് ഇവിടെ പറഞ്ഞു. ഈ യുദ്ധം എവിടെയാണെങ്കിലും എതിർക്കപ്പെടണം, ഒരു തരത്തിലും അക്രമത്തെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് രാഷ്ട്രീയപരമായിട്ട് ലക്ഷ്യമാണ് എന്നാണ് പറഞ്ഞത്. അതിന് ഉദാഹരണമായിട്ട് പറഞ്ഞത് നെതന്യാഹുവിന്റെ ഉദ്ദേശമാണ്. ഇവിടെ ഒക്ടോബർ 7 ഹമാസ് ഇസ്രായേലിൽ നടത്തിയ തീവ്രവാദ അക്രമത്തെ ഇവിടെ സ്വരാജ് ഇവിടെ വിശേഷിപ്പിച്ചത് അത് അവർ പീഡിപ്പിക്കപ്പെട്ട സമൂഹമാണ്, അവർക്ക് എന്ത് തോന്നിയാസം ചെയ്യാം, അതിനുള്ള അവകാശം അവർക്കുണ്ട്, അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ പ്രോത്സാഹിപ്പിക്കുന്നത് രാഷ്ട്രീയ ലക്ഷ്യമാണ് എന്നുണ്ടെങ്കിൽ നെതന്യാഹുവിനെ അങ്ങനെ ഉദാഹരിക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് എങ്കിൽ ഇവിടെ ഈ സ്വരാജ്, നാളെ ഇലക്ഷന് ഫേസ് ചെയ്യാൻ പോകുന്ന സ്വരാജ് അന്ന് ആ അക്രമത്തെ പ്രോത്സാഹിപ്പിച്ചത് ഇതേപോലെ ഒരു രാഷ്ട്രീയ ലക്ഷ്യം വെച്ചിട്ട് തന്നെയാണോ അല്ലേ? ആരിഫ് ഹുസൈന്റെ ചോദ്യത്തിന് യുക്തിയുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. എം സ്വരാജ് വളരെ കൃത്യമായ ഒരു നിലപാട് ഇക്കാര്യത്തിൽ എടുത്തിട്ടുണ്ട്. അദ്ദേഹം നിലപാടുകളുടെ തമ്പുരാനാണ്. തന്റെ നിലപാട് ഏതു ഘട്ടത്തിലും ഉറച്ചു പറയുന്നതിന് അദ്ദേഹത്തിന് മടിയുണ്ടായിട്ടില്ല. അത് ശബരിമല വിഷയത്തിലാണെങ്കിലും അതിനുശേഷം വന്നിട്ടുള്ള ഹമാസ് യുദ്ധത്തിന്റെ പറഞ്ഞത് അല്ല, അത് വേറെ വിഷയം. നമ്മുടെ മുന്നിലുള്ള വിഷയങ്ങളിൽ സ്വരാജ് അക്രമത്തെ പ്രോത്സാഹിപ്പിച്ചത് ശരിയോ തെറ്റോ? അത് രാഷ്ട്രീയ ലക്ഷ്യം വെച്ചിട്ടാണോ അല്ലേ? ഇതാണ് ചോദ്യം. നമ്മൾ കാട് കയറണ്ട. അങ്ങനല്ല, അത് ശരിയോ തെറ്റോ എന്ന് വിലയിരുത്തേണ്ടത് സ്വരാജിന്റെ മാത്രം ഉത്തരവാദിത്തമാണ്. നിങ്ങൾ പറഞ്ഞല്ലോ അങ്ങനെ അക്രമത്തെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല എന്ന് നിങ്ങൾ ഒരു വിർച്വൽ സിഗ്നൽ ഇവിടെ നടത്തി കഴിഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനല്ല, ഇസ്രായേൽ ഹമാസ് ഈ പലസ്തീനിലും ഗസയിലും ഇസ്രായേൽ നടത്തുന്ന കലാപങ്ങൾ, ഇസ്രായേൽ നടത്തുന്ന ഇടപെടലുകൾ അവരുടെ രാഷ്ട്രീയ അസ്തിത്വത്തിനു നേരെ. ഒക്ടോബർ 7 ശരിയോ തെറ്റോ? ഇതാണ് അങ്ങനല്ല. ഒക്ടോബർ 7 ശരിയോ തെറ്റോ? അതല്ല, ഹമാസ് ഇസ്രായേലിൽ നടത്തിയ ഒക്ടോബർ 7 അത് ശരിയോ തെറ്റോ? സ്വരാജ് പറഞ്ഞത് ശരി, ഹസ്കറിന് എന്താ പറയാനുള്ളത്? ശരിയോ തെറ്റോ? ഇതില് സ്വരാജ് പറഞ്ഞത് അത് ശരിയാണെന്നാണ്. ഹസ്കറിന് എന്താണ് പറയാനുള്ളത്? അങ്ങനല്ല, ഹമാസ് ശ്വാസം മുട്ടി ചെയ്തു പോയ ഒരു പ്രവൃത്തിയാണത്. ഇസ്രായേലിന്റെ നിരന്തരമുള്ള പീഡനം, അതിന് മുമ്പോ ഒക്ടോബർ 7 മുമ്പുള്ള കൂടി പരിശോധിക്കട്ടെ. നിശ്ചയമായി അത് ശരി തന്നെയാണ്. എന്റെ ഭാഗവും ഞാനും ഇറാൻ നിരന്തരമായിട്ട് മുഴക്കിക്കൊണ്ടിരിക്കുന്ന എന്താണ് ഡെത്ത് ടു ഇസ്രായേൽ എന്ന് പറയുകയും അതുപോലെ തന്നെ ഓരോ ജൂതനെയും ഉന്മൂലനം ചെയ്യണം എന്ന് പറയുകയും അതിനു വേണ്ടിയിട്ട് ഇവിടെ ഈ ഹി ഹു ടീമിനെ ഇറക്കി വിട്ടുകൊണ്ട് ഹമാസ്, ഹൂത്തി, ഹിസ്ബുള്ള ഈ 3 ടീമിനെ ഇറക്കി വിട്ടുകൊണ്ട് ഈ പ്രോക്സി വാർ നടത്തുമ്പോൾ അതിനെ എതിർക്കാനുള്ള അവകാശം അപ്പോൾ ഇസ്രായേലിനില്ലേ? അങ്ങനെയല്ലല്ലോ. ഒരു രാഷ്ട്രത്തിന്റെ ഇസ്രായേലിന് നേരെ ഇത്തരം ഭീഷണികൾ ആ രാജ്യത്തിനുള്ളിൽ നിന്ന് വരികയാണെങ്കിൽ ഇസ്രായേലിന് അത് ചെറുക്കുന്നതിൽ അവകാശമുണ്ട്. ഹമാസിനെ, ഹൂത്തികളെയും ഹിസ്ബുള്ളയും ഇറക്കി വിട്ടത് ഇറാനാണെന്നുള്ളതിന് തെളിവുണ്ട്. അവിടെ ലെബനോണിൽ പേജർ അറ്റാക്ക് നടത്തിയപ്പോൾ പല ആളുകളുടെയും ആ പറഞ്ഞ ബോൾസ് പോയത് ഇറാനിയൻ ഈ IRGCയുടെ ആളുകളുടെ അടക്കമാണ് പോയത്. അവരുടെ എങ്ങനെയാ പോയത് പേജർ അറ്റാക്കില്? അല്ല, നിശ്ചയമായും പേജർ അറ്റാക്കിൽ ഇത്തരം ആരോപണങ്ങൾ പിൽക്കാലത്ത് ആരോപണമല്ല, അത് തെളിവുള്ള കാര്യം. അല്ല, തെളിവുകൾ നമ്മുടെ മുന്നിലില്ലല്ലോ. ഉണ്ടല്ലോ, പത്രവാർത്ത ഉണ്ട്, അതിന്റെ വാർത്തകൾ അല്ലാതെ ഉണ്ട്. അത് തെളിവാണ്. വാർത്തകൾ, തെളിവുകൾ മാത്രം. ദേശാഭിമാനിയിൽ വരെ വന്നതാണ്. അല്ല, വാർത്തകൾ ദേശാഭിമാനിയിലും വന്നതാണ്. ദേശാഭിമാനിയിലും വന്നതായിരിക്കും. അതെ, അപ്പൊ അത് നിങ്ങൾ എടുക്കില്ലേ? അങ്ങനല്ല, വാർത്തകൾ തെളിവുകളായി മാത്രം നമുക്ക് കാണാൻ കഴിയില്ല. അപ്പൊ ദേശാഭിമാനിയിൽ തെളിവല്ലാത്ത അസത്യവും ഉണ്ടാവും എന്നാണോ? അങ്ങനെ ദേശാഭിമാനി വിശ്വാസമില്ല എന്നൊന്നല്ല, വാർത്തകളെ നമുക്ക് തെളിവുകളായി എടുക്കാൻ കഴിയില്ല. ഇപ്പോ ജനം TV എടുക്കുന്ന രാഷ്ട്രീയ ജനം TV അല്ലല്ലോ, ഞാൻ ടിവിക്ക് എടുക്കാൻ കഴിയും. രാഷ്ട്രീയ നിലപാടാണ് എടുക്കുന്നത്.
അപ്പൊ നിങ്ങൾക്ക് തെളിവ് എവിടുന്നാ വേണ്ടത്? തെളിവ് എവിടുന്നാ വേണ്ടത്? ഞാൻ തരാം. അല്ല, തെളിവ് തരൂ. ഏതാ തെളിവ്? പബ്ലിക് ഡൊമൈനിലേക്ക് വിട്ടാൽ മതി. ഇപ്പോ പത്രവാർത്ത പബ്ലിക് ഡൊമൈനിലുള്ളതല്ലേ? അല്ല, പത്രവാർത്തകളെ മാത്രം ആശ്രയിച്ച് തെളിവുകളായി പിന്നെ എവിടുന്നാ തെളിവ് വേണ്ടത്? അല്ല, ഇത് സംബന്ധിച്ച് ആധികാരികമായ തെളിവുകൾ ലോകത്തിന് ഇറാൻ തന്നെ പുറത്തു വിട്ടിട്ടുണ്ടല്ലോ. അവരുടെ പോരാളികൾ കൊല്ലപ്പെട്ടത് ശരിയായില്ല, അതിൽ അനുശോചനം അർപ്പിക്കുന്ന, അവർക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കുന്ന ഫോട്ടോ വരെ പുറത്തു വന്നിട്ടുണ്ട്. അത് തെളിവായിട്ട് നിങ്ങൾ എടുക്കില്ലേ? ഏതൊരു വ്യക്തി, എന്നെ സംബന്ധിച്ച് ഏതൊരു വ്യക്തി മരണപ്പെട്ടാലും അതിന് ശത്രുവാണെങ്കിൽ പോലും, ശത്രുപക്ഷത്ത് നിലപാടുള്ള ആളാണെങ്കിൽ പോലും എനിക്ക് വിഷമം ഉണ്ടാവും. ആ വിഷമം എന്റെ അനുശോചനമായി പുറപ്പെടുവിക്കുന്നതിൽ എനിക്ക്. പക്ഷെ നിങ്ങളിപ്പോ പറഞ്ഞത് ഒക്ടോബർ 7 ഹമാസ് നടത്തിയ ആ നരനായാട്ട് ഒരു ദിവസം 1200-ഓളം പേരെ ആളുകളെ ഒരു കാരണമില്ലാതെ ഇൻഡിസ്ക്രിമിനേറ്റ്ലി വന്ന് വെടിവെക്കുകയും അവർ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്യുകയും അതിൽ നിന്ന് ഈ പറയുന്ന 100-400 ആളുകളെ പിടിച്ചുകൊണ്ട് പോയി ഇന്നും അവരെ വെച്ച് വില പേശിക്കൊണ്ടിരിക്കുകയും അതിൽ ഈ ബീബാസ് കുടുംബത്തെ അടക്കം അവരെ വെച്ചിട്ട് അവരുടെ ശവശരീരം വെച്ചിട്ട് ഡാൻസ് കളിക്കുകയും വരെ ചെയ്ത് ആ ഹമാസിന്റെ ചെയ്തി ശരിയാണെന്നല്ലേ നിങ്ങളിപ്പോ പറഞ്ഞത്? 55,000 സാധുക്കളായ മനുഷ്യരെ കൊല്ലണമെന്നുണ്ടോ? ഒക്ടോബർ 7 ഉണ്ടായിരുന്നെങ്കിൽ 55,000 പേരെ കൊല്ലേണ്ട അവസ്ഥ ഉണ്ടാവില്ലായിരുന്നു. 1. 2, 55,000 പേരെ കൊല്ലാനുള്ള കാരണം ഈ സിൻവർ തന്നെയാണ് പുറത്തുവിട്ടത്. നെസസറി സാക്രിഫൈസ്, അവർ കൊല്ലപ്പെടണം, അവരെ മനുഷ്യ കവചമായിട്ട് വെച്ചുകൊണ്ട് കൊല്ലാനുള്ള എല്ലാ വഴി ഒരുക്കിയതും അവര് വസിക്കുന്ന അപ്പാർട്ട്മെന്റ്സ്, സ്കൂൾസ്, ഹോസ്പിറ്റൽസ് അതിന്റെ അടിയിൽ വെച്ചുകൊണ്ട് തുറങ്കം പണിതിരുന്നിട്ട് ഈ പറഞ്ഞ പണി ഒപ്പിച്ചത് ഈ ഹമാസ് തന്നെയാണ്. നെസസറി സാക്രിഫൈസ് എന്ന് വിളിച്ചത് സിൻവർ തന്നെയാണ്. അപ്പൊ കൊല്ലാനുള്ള എല്ലാ വഴി ഒരുക്കിയത് അവർ തന്നെയാണ്. മാറാൻ വേണ്ടിയിട്ട് അവർക്ക് മെസ്സേജ് കൊടുക്കുമ്പോൾ മാറാൻ വിടാതെ അവരവിടെ പിടിച്ചു നിർത്തിക്കൊണ്ട് അവരുടെ വീട് വരെ ലോക്ക് ചെയ്തുകൊണ്ട് അവരുടെ വണ്ടികളുടെ താക്കോൽ വരെ ഊരി മാറ്റിക്കൊണ്ട് കൊല്ലാൻ വേണ്ടിയിട്ട് അതിന് വഴി വെച്ചത് ഈ പറയുന്ന ഹമാസ് തന്നെയാണ്. എന്നിട്ട് അവർ കൊല്ലപ്പെടുമ്പോൾ അവർക്ക് ഭക്ഷണ വിതരണത്തിന്റെ ഇടയിലേക്ക് വരെ വെടിവെച്ചിട്ട് അത് ഇസ്രായേലിന്റെ തലയിലേക്ക് ഇടാൻ വേണ്ടി നോക്കിയത്. സ്വന്തം ഈ പറയുന്ന ഈ റോക്കറ്റ് വിട്ടിട്ട് അത് തിരിച്ച് ഹോസ്പിറ്റലിൽ വന്ന് കൊള്ളുമ്പോൾ അത് 500 പേര് കൊന്നു എന്ന് പറഞ്ഞിട്ട് ഇവിടെ വാർത്ത പടച്ചുവിട്ട് അത് ഇസ്രായേൽ വെച്ചു എന്ന് പറഞ്ഞപ്പോൾ അതിന്റെ വിഷ്വൽസ് പുറത്തു വിട്ടപ്പോൾ അത് 150 കുറഞ്ഞ കണക്ക് വരെ വിടുന്നു. അപ്പൊ ആദ്യം നിങ്ങൾ ഈ 50,000 കണക്ക് പറയുന്നതിന് മുന്നേ ആ കണക്കിന് തെളിവാദിയുടെ പബ്ലിക് ഡൊമൈനിലുള്ള കണക്ക് ആദ്യയുടെ UN തന്നെ കണക്ക് തിരുത്തിയിട്ട് ഇപ്പോഴും തീർന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ആ കണക്കൊന്നും വെച്ചിട്ട് നിങ്ങൾ പറയുന്ന കണക്ക് ഞാൻ സ്വീകരിക്കണമെന്നും ഞാൻ പറയുന്ന വാർത്തകൾ നിങ്ങൾ സ്വീകരിക്കില്ല എന്ന് പറഞ്ഞാൽ ആ പരിപ്പ് വേവില്ല. അപ്പൊ ഇവിടെ ക്ലിയർ ആയിട്ട് ഞാൻ പറയുന്നു, ഇവിടെ ഈ പറയുന്ന IRCGയുടെ ആളുകളടക്കം കൊല്ലപ്പെടുകയും അവരുടെ ആളുകൾക്ക് മയ്യത്ത് നിസ്കരിക്കുകയും ചെയ്തിട്ടുള്ള വാർത്തകൾ ഇവിടെ ഉണ്ട്. അത് ഇറാൻ തന്നെ ചെയ്തതുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അതിനെ നിഷേധിക്കാൻ കഴിയില്ല. അല്ല, ഏതൊരു മുസൽമാൻ മരണപ്പെട്ടാലും മയ്യത്ത് നമസ്കരിക്കുക എന്ന് പറയുന്നത് സുന്നത്ത് കർമ്മമാണ്. അജ്മൽ കസബിന് നിസ്കരിച്ചത് അതുകൊണ്ടായിരിക്കും അല്ലെ? അതുകൊണ്ട് നമസ്കരിക്കാമല്ലോ. അജ്മൽ കസബിന് ഇവിടെ നമ്മുടെ നാട്ടിൽ ഇവിടെ കാക്കനാട് ഒരു പള്ളിയിൽ നിസ്കരിച്ചിരുന്നു. അതും അപ്പോ മുസൽമാൻ ആയതുകൊണ്ടായിരിക്കും. ഒസാമ ബിൻ ലാദന് വേണ്ടിയിട്ട് നിസ്കരിച്ചിരുന്നു. എന്റെ മഹൽ പള്ളിയിൽ നിസ്കരിച്ചിരുന്നു. അപ്പൊ അതുകൊണ്ടായിരിക്കും. അതിൽ കുഴപ്പമൊന്നുമില്ല. അതിൽ ഏതെങ്കിലും തീവ്രവാദിയാണ് എന്നുള്ളത് കൊണ്ട് മയ്യത്ത് നമസ്കരിക്കരുതെന്ന് എവിടെയെങ്കിലും പറഞ്ഞു. അത് ശരി. അപ്പൊ അങ്ങനെ ചെയ്യാം. ഞാനിപ്പോ വെറുതെ അല്ല ഇവിടെ ഈ പറയുന്ന തീവ്രവാദികൾ കൂടുന്നത്. ഇപ്പൊ മനസ്സിലായി. എന്നെ സംബന്ധിച്ചിടത്തോളം ഏതൊരു തീവ്രവാദ പ്രവർത്തനത്തെയും ഒരേപോലെ എതിർക്കണമെന്ന് തന്നെയാണ്. നിങ്ങളുടെ ഇരട്ടത്താപ്പ് ഇവിടെ വ്യക്തമായിട്ടുണ്ട്. ഇരട്ടത്താപ്പ് ഇവിടെ വ്യക്തമായി. നിങ്ങൾ ഒരു വശത്ത് പറഞ്ഞു യുദ്ധത്തെയും അക്രമത്തെയും അപലപിക്കണം, എന്നിട്ട് നിങ്ങൾ ഒക്ടോബർ 7 നിങ്ങൾ ശരിയെന്ന് നിങ്ങൾ പറഞ്ഞു. ഒരു വശത്ത് നിങ്ങൾ പറയുന്നു അങ്ങനെ അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് രാഷ്ട്രീയ ലക്ഷ്യമാണെന്ന് നിങ്ങൾ പറയുന്നു. അത് സ്വരാജിന് അതുണ്ടെന്ന് പറഞ്ഞപ്പോ അതും ഓക്കെ ആണെന്ന് നിങ്ങൾ പറയുന്നു. ഇവിടെ നിങ്ങൾ പറയുന്നു ഈ തീവ്രവാദികൾക്ക് മയ്യത്ത് നിസ്കരിക്കുന്നത് ശരിയാണെന്ന് നിങ്ങൾ പറയുന്നു. ഇത് എന്ത് തരം വാദമാണെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. അങ്ങനെയാണെങ്കിൽ ഇറാനും ഇസ്രയേലും സംഘർഷം അവസാനിപ്പിക്കണം എന്നല്ലേ പറയേണ്ടത്? നിശ്ചയമായി സംഘർഷം മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന 100% മതേതരത്വം ഉയർത്തിപ്പിടിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന CPM പറയേണ്ടത് ഇസ്രായേലും ഇറാനും സംഘർഷം അവസാനിപ്പിക്കണമെന്നല്ലേ? അല്ലാതെ ഇസ്രായേൽ കടന്നാക്രമണം കൂട്ടക്കുരുതിക്കുന്നത് അല്ലല്ലോ. CPM-ൽ നിന്ന് മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന CPM-ൽ നിന്ന് അങ്ങനെ ഒരു പ്രസ്താവനയല്ലല്ലോ അസ്കർ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയല്ല. ഇപ്പോ ആരാണ് അക്രമകാരിയായിട്ട് നിൽക്കുന്നത്? ആ അക്രമകാരികളെയാണ് നിലയ്ക്ക് നിർത്തണമെന്ന് പറയുന്നത്. ആ നിലയ്ക്ക് നിർത്തണം എന്ന് പറയുന്നത് ആണ് ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയം. അത് മുസ്ലിം ന്യൂനപക്ഷങ്ങളെ സ്വാധീനിക്കുന്നതിനു വേണ്ടി നടത്തുന്ന രാഷ്ട്രീയ മാത്രമാണ്. പ്രത്യേകിച്ച് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന് യുദ്ധവിരുദ്ധ റാലികൾ സംഘടിപ്പിക്കുന്നത്. സംശയമില്ല. അഡ്വക്കേറ്റ് അസ്കർ, ഇതൊക്കെ എല്ലാവർക്കും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. അസ്കർ, നിങ്ങൾക്ക് എത്ര കാലം കബളിപ്പിക്കാൻ പറ്റും? അങ്ങനെയെങ്കിൽ 91 ഇടതുപക്ഷത്തിന്റെ നയം ഈ കുവൈറ്റ് അധിനിവേശത്തിനെതിരെ കൃത്യമായി ഇടതുപക്ഷം ഇറാഖ് നടത്തിയുള്ള അധിനിവേശത്തിനെതിരെ കൃത്യമായി ഇടതുപക്ഷം ഒരു നയം എടുത്തിട്ടുണ്ട്. കുവൈറ്റ് അധിനിവേശമായിരുന്നു എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇറാഖ് യുദ്ധം നടക്കുമ്പോ ഇറാൻ നടത്തുന്നത് അധിനിവേശമാണെന്നും ഇറാൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് അഡ്വാൻറ്റേജ് ഉണ്ട്. അവിടെയും നിങ്ങൾ സപ്പോർട്ട് ചെയ്തത് ഒരു ഇസ്ലാമിക രാഷ്ട്രത്തെയാ.
അങ്ങനെയല്ലല്ലോ. മറ്റൊന്ന് ഇസ്ലാമിക രാഷ്ട്രം തന്നെയായിരുന്നല്ലോ. ആക്രമിച്ചതും ഇസ്ലാമിക രാഷ്ട്രം തന്നെയാണ്. അപ്പൊ അവിടെ ഏതെങ്കിലും ഒരു രാഷ്ട്രത്തിന്റെ നിലപാടെടുക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ ഇസ്രായേൽ നടത്തുന്നത് അധിനിവേശ പ്രവർത്തനമാണ്. ഇസ്രായേൽ തീവ്രവാദ പ്രവർത്തനമാണ്. അതുകൊണ്ടാണ് ആ യുദ്ധം അവസാനിപ്പിക്കണം എന്ന് ഇസ്രായേലിനോട് ആവശ്യപ്പെടുന്നത്. ഇറാൻ തിരിച്ചടിക്കുകയായിരുന്നു. ഇറാൻ ആയിരുന്നില്ലല്ലോ ആദ്യം ആക്രമണം നടത്തുന്നത്. ആരിഫ് ഹുസൈൻ ബംഗറിലിരുന്നാണെങ്കിലും ഖമേനി യുദ്ധം ആരംഭിച്ചതായി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇസ്രയേലിനെ തകർക്കണം, വിട്ടുവീഴ്ച ഉണ്ടാകില്ല എന്നൊക്കെയാണ് ഖമേനിയുടെ ഭീഷണി. ഹീബ്രു ഭാഷയിൽ അദ്ദേഹം എക്സിൽ പോസ്റ്റ് ഇടുകയും ചെയ്തിട്ടുണ്ട്. ഇസ്രയേൽ സൈനിക നടപടികൾക്കെതിരെ തിരിച്ചടി നടത്തും എന്ന് ഇറാൻ ആവർത്തിക്കുന്ന എന്തടിസ്ഥാനത്തിലാണ്? ആത്മവിശ്വാസം അതങ്ങനെ നിലനിർത്താൻ വേണ്ടിയാണോ? നാട്ടുകാരൊന്നും വിട്ടുപോരുത്. നമുക്കറിയാം ആഭ്യന്തര പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇറാനിൽ. പക്ഷേ ജനങ്ങളുടെ വിശ്വാസം ആർജിക്കാൻ വേണ്ടിയായിരിക്കുമോ ഖമേനിയുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെയുള്ള ചില ഇടപെടലുകളൊക്കെ ഉണ്ടായിരിക്കുന്നത്? ഹീബ്രു ഭാഷയിലിട്ടു എന്നല്ലേ പറഞ്ഞേ? അതെ. യെസ്, അത് നന്നായി ഏതായാലും ഞാൻ പറയുള്ളൂ. കാരണം ഇനിയിപ്പോ മനസ്സിലാകാതെ പോകരുതല്ലോ. ഇത് ഞാൻ പറയാ, ഇതൊരു വെല്ലുവിളി എന്നുള്ളതിനേക്കാളൊക്കെ ഉപരി ഈ ഒരു പ്രശ്നം തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ പറഞ്ഞത് ഇതിനെ യുദ്ധമായിട്ട് നമ്മൾ കാണുന്നില്ല. ഒന്നാമത്തെ കാര്യം, കാരണം ഇവിടെ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഇറാനിനെ അല്ല ആക്രമിക്കുന്നത്. ഇറാൻ എന്ന് പറയുന്ന ജനതയെയോ അല്ലെങ്കിൽ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെയോ ആക്രമിക്കുന്നു എന്നല്ല അവിടെ വന്നിട്ടുള്ളത് IRGC എന്ന് പറയുന്ന അവരുടെ മിലിറ്ററിയുടെയും ഈ പറയുന്ന ഈ മുല്ലമാരുടെ ഇടയിൽ നിൽക്കുന്ന ഒരു കൂട്ടം, അവരുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന വലിയ തരത്തിലുള്ള ഒരു ഭീകര അന്തരീക്ഷം, അതുകൂടാതെ അവര് വിഭാവനം ചെയ്തിട്ടുള്ള വലിയൊരു ടെറർ നെറ്റ്വർക്ക്, പ്രോക്സി വാർ അടക്കമുള്ള സംഗതികൾ നടത്താൻ പറ്റുന്ന രീതിയിൽ ചെയ്തു വെച്ചിട്ടുള്ള കുറെ കാര്യങ്ങൾ, ഇതെല്ലാം നിരന്തരമായിട്ട് ഓപ്പൺലി ഡെത്ത് ടു ഇസ്രായേൽ എന്ന് തന്നെയാണ് പറഞ്ഞുകൊണ്ട് അവർ നിൽക്കുന്നത്. അത് ഇസ്രായേൽ മാത്രമൊന്നുമല്ല, ഡെത്ത് ടു അമേരിക്ക ഉണ്ട്, അതുപോലെ ഡെത്ത് ടു മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾ വരെ അതിനകത്ത് വരുന്നു. അങ്ങനെ വളരെ ഓപ്പൺ ആയിട്ട് ജൂതന്മാരെ ഉന്മൂലനം ചെയ്യും, വെസ്റ്റിനെ ഉന്മൂലനം ചെയ്യും എന്ന് പച്ചയ്ക്ക് പറഞ്ഞുകൊണ്ട് അതിനു വേണ്ടിയിട്ട് ഈ പറയുന്ന ഭീഷണി മുഴക്കിക്കൊണ്ട് നിൽക്കുന്ന ഒരു സ്വഭാവം കാണിക്കുന്ന ഒരു ഭീകര കൂട്ടം തന്നെയാണ് ഈ പറയുന്ന നിലവിലെ അവിടുത്തെ ഖൊമേനിയുടെ കീഴിലുള്ള ആളുകൾ, ഖൊമേനി ഉൾപ്പെടെ. അപ്പൊ ആ ഒരു സംഗതിയാണ് ഇവിടെ ടാർഗറ്റ് ചെയ്തിട്ടുള്ളൂ. അവിടെ സിവിലിയൻ സ്ട്രക്ചേഴ്സിനെ ഒഴിവാക്കിക്കൊണ്ട് വളരെ പ്രിസൈസ് ആയിട്ടുള്ള അറ്റാക്ക് ഇവിടെ നടത്തിയിട്ടുള്ളൂ. അതിന്റെ ചിത്രങ്ങളും അതിന്റെ വീഡിയോ ദൃശ്യങ്ങളും എല്ലാം ഇവിടെ ഉണ്ടായിട്ടുള്ളതാണ്. ചിലതൊക്കെ ദേശാഭിമാനി പോലും ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ആർക്കും സംശയമില്ല. പക്ഷേ ഇപ്പൊ നമ്മൾ കാണുന്ന എന്താണ്, ഇത് യുദ്ധം ആരംഭിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ കാരണം ഞാൻ കാണുന്നത്, ഈ പ്രശ്നം ഇത്ര നേരം ഉണ്ടായിട്ട് ഞാനിപ്പോൾ ഇത് നമ്മളെ പരിപാടി കഴിഞ്ഞു കഴിയുമ്പോൾ എൻ്റെ ചാനലിൽ നടക്കാൻ പോകുന്നത് ഇറാനിയനായിട്ടുള്ള പൊളിറ്റിക്കലി ആക്റ്റീവായിട്ടുള്ള അവിടുത്തെ ഒരു ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള ഒരു ചങ്ങാതിയുമായിട്ട്, ഒരു സുഹൃത്തുമായിട്ട് നടത്തുന്ന ഒരു സംഭാഷണമാണ്. നിങ്ങൾക്ക് കേൾക്കാം, അസ്കറൊക്കെ അവിടെ നേരിട്ട് വന്ന് കേൾക്കാം, നേരിട്ട് വന്ന് ചോദിക്കാം, നിങ്ങൾക്കുള്ള അവസരം ഞാൻ തരാം. അതായത് ഇറാനിയൻസ് ആയിട്ടുള്ള ആളുകൾ അവർ നിൽക്കുന്നത് ഇസ്രായേലിനോടൊപ്പമാണ്. ഇതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത്. അപ്പൊ സ്വന്തം ജനതയെ പോലും വിശ്വസിപ്പിക്കാൻ കഴിയാത്ത ഒരു മൊല്ലാക്കയാണ് സത്യത്തിൽ ഈ ഖൊമേനി എന്ന് പറയുന്നത്. ഇവിടെ ഇരുന്നിട്ട് തെമ്മാടി രാഷ്ട്രം എന്നൊക്കെ നിങ്ങൾ വിളിക്കും ഇസ്രായേലിനെ, പക്ഷേ ഇറാനിയൻ ജനത ഇസ്രായേലിനോടൊപ്പം എന്ന് പറയുകയും ഡെത്ത് ടു ഖൊമേനി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ് നമ്മളവിടെ കാണുന്നത്. അപ്പോൾ ഇവിടെ ഖൊമേനി ഇരുന്നിട്ട് ഡെത്ത് ടു ഇസ്രായേൽ എന്ന് പറയുമ്പോൾ ഇറാനിയൻ ജനത പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഡെത്ത് ടു ഖൊമേനി എന്നാണ്. ഈ പറയുന്ന എന്താണ് F വേർഡ് ഉപയോഗിച്ചിട്ടാണ് അവർ പറയുന്നത്, ഈ പറയുന്ന ഖൊമേനി അവിടെ താഴെ ഇറങ്ങൂ, ഇസ്ലാമിക് റിപ്പബ്ലിക് അവിടെ പോട്ടെ, നശിക്കട്ടെ, അത് തൊലയട്ടെ എന്ന് പറയുന്ന സ്വന്തം ജനത. അപ്പൊ അങ്ങനെയുള്ള ഒരു ജനതയെ ഇനി കൂടെ നിർത്തണമെങ്കിൽ എന്താ അതിനുള്ള വഴി? അവരെയും കൂടി കൊലക്കി കൊടുക്കുക എന്നുള്ളതാണ്. അതിനുള്ള ഒരു വഴിയാണ് ഇപ്പോൾ ഇവിടെ ഒരുക്കി വെക്കുന്നത്. ഞാൻ പറയാ, ഇത് ഇസ്രായേൽ ഒരു കാരണവശാലും ആ പറയുന്ന സിവിലിയൻസിന് നേർക്ക് അറ്റാക്ക് നടത്തില്ല എന്നുള്ളതിനാണ് ഞാൻ അടിവരായിട്ട് പറയുന്നത്. എന്നാൽ ഇനി അവിടെ അങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ അത് സ്വന്തം മിസൈലുകളും സ്വന്തം ബോംബുകളും ഉപയോഗിച്ചുകൊണ്ട്, എങ്ങനെയാണോ ഹ്യൂമൻ ഷീൽഡ്സിനെ ഉപയോഗിച്ചുകൊണ്ട് ഹമാസ് അവിടെ ആക്രമണം നടത്തിയത്, അത് തന്നെയാണ് ഇസ്രായേലിന് അവിടെ കുരുക്കാൻ വേണ്ടിയിട്ട് നെസസറി സാക്രിഫൈസ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഇറാനും ഇനി ചെയ്യാൻ പോകുന്നത്. അതായത് സ്വന്തം ജനതയെ കൊലക്കി കൊടുക്കുക എന്നത് തന്നെയാണ്. എന്നാൽ മാത്രമാണ് ഇനി അവർക്ക് ഇതിനകത്ത് പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ എന്ന് വരുന്നത് കൊണ്ട് കൂടിയാണത്. അല്ലാതെ ഇത് ഒരു വാർ ആകേണ്ട ഒരു കാര്യമില്ലാത്ത വിഷയമാണ്, അങ്ങനെ പോകേണ്ടതും ഇല്ല എന്നുള്ളത് തന്നെയാണ്. പക്ഷെ ഇത് അതിലേക്ക് കൊണ്ടെത്തിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിന്റെ ഇടയിൽ നമ്മൾ കണ്ടു, ഇത് അക്രമം ഒന്ന് കുറയ്ക്കൂ, നമുക്ക് ചർച്ച ചെയ്യാം എന്ന് വരെ പറയുന്ന അവസ്ഥ വരെ ഇവിടെ ഇടയ്ക്ക് നമ്മൾ കണ്ടു. അപ്പൊ ഇനിയിപ്പോ നമ്മൾ മറ്റൊരു കാര്യം കൂടി കണ്ട എന്താണ്, ഇവിടുത്തെ ഇറാനിലെ ക്രൗൺ പ്രിൻസ്
പഹൽവിയുടെ ആ അനന്തരവനൊക്കെ ആയിട്ടുള്ള വരുന്ന ആളുകൾ അവർ പോലും ഇന്നലെ അവരുടെ സ്റ്റേറ്റ്മെന്റ്സ് പുറത്തേക്ക് വന്നിട്ടുണ്ട്. ജനതയോട് ഉണരാനും ഈ പറയുന്ന ആ മുല്ല ഭരണത്തിനെതിരെ നിങ്ങൾ ശബ്ദം ഉയർത്തുവാനും വേണ്ടിയിട്ടുള്ള ആഹ്വാനം വരെ വന്നു കഴിഞ്ഞു. എന്ന് വെച്ചാൽ അവിടെ 1979 നടന്നിട്ടുള്ള ആ ഇസ്ലാമിക് റവല്യൂഷന്റെ ഒരു കൗണ്ടർ റവല്യൂഷനാണ് അവിടെ നടക്കാൻ പോകുന്നത്. അത് തടയുക എന്നുള്ളതാണ് ഇപ്പോൾ സത്യത്തിൽ ഇസ്രായേലിനെ നശിപ്പിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി അതിനേക്കാൾ മുന്നിൽ ഇന്ന് നിൽക്കുന്ന അവരുടെ അസ്തിത്വം തന്നെ അവിടെ അപകടത്തിലാവുന്ന ഒരു അവസ്ഥ വരുമ്പോൾ അതിനെ തടയുക എന്നുള്ളതാണ് ഇന്ന് അവരുടെ ലക്ഷ്യം. അതിനുവേണ്ടിയാണ് യുദ്ധം പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ പറയുന്നത് ഈ നാടകമൊക്കെ നാട്ടുകാർക്ക് മനസ്സിലാവുന്നുണ്ട്. ഈ പറയുന്ന മൊല്ലാക്കന്മാരുടെ ബുദ്ധി എവിടം വരെ പോകുന്നുള്ളത് ഇസ്രായേലിന് നന്നായിട്ട് അറിയാം. അപ്പൊ അതുകൊണ്ട് അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് ആ ചിത്രങ്ങൾ വളരെ കൃത്യമായിട്ട് അവർ പുറത്തേക്ക് വെച്ചിരിക്കുന്നത്. കാരണം ഇസ്രായേൽ ലോകത്തെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് G7 രാജ്യങ്ങളടക്കം പറഞ്ഞത് ഇസ്രായേലിന് സ്വന്തം രാജ്യത്തെ ഡിഫെൻഡ് ചെയ്യാനുള്ള എല്ലാ അവകാശമുണ്ട്. ഇവിടെ യുദ്ധം ഇപ്പൊ ആരംഭിക്കുന്നു എന്നാണ് പറയുന്നത്. യുദ്ധം എന്നോ ആരംഭിച്ചിട്ടുണ്ട്. യുദ്ധം ഒക്ടോബർ 7 തന്നെ ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു ഡേറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡേറ്റ് അതാ പറഞ്ഞിരുന്നു. ഒക്ടോബർ 7 തന്നെയാണ് ഈ പറയുന്ന ഇറാൻ ഈ പറയുന്ന അക്രമം തുടങ്ങി വെച്ചത്. പക്ഷെ അന്ന് അവർ തുടങ്ങി വെച്ചത് നേരിട്ടല്ല, അവർ ഈ പ്രോക്സി വാറാണ് തുടങ്ങി വെച്ചത്. അപ്പോൾ ഇവിടെ വളരെ കൃത്യമായിട്ട് ഇസ്രായേൽ എന്താ ചെയ്തത്, ആ പ്രോക്സികളെ ആദ്യം ഒതുക്കി. ഇന്ന് ഹിസ്ബുള്ളയെ നമ്മൾ കേൾക്കുന്നില്ല. ഹമാസിനെ കുറിച്ച് അവരുടെ ഒരു സ്റ്റീൽക്കാര ശബ്ദം പോലും ഇല്ല, ഒരു ഞെരക്കം പോലും ഇല്ല. അപ്പുറത്ത് യഹൂത്തികളുടെയും അനക്കമൊന്നുമില്ല. എന്താ ഉണ്ടായത്? എല്ലാത്തിനും ഒതുക്കിയിട്ടുണ്ട്. അവിടെ ഇപ്പൊ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? അവർക്ക് വിശപ്പ് അടക്കാൻ വേണ്ടിയിട്ട് തുറങ്കത്തിലേക്ക് എന്തെങ്കിലുമൊക്കെ വേണമല്ലോ. അതിനു വേണ്ടിയിട്ട് ഇവിടെ GHFന്റെ കീഴിൽ അവർ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഭക്ഷണ പൊതികൾ അത് തട്ടിപ്പറിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ ഇടയിൽ വന്നിട്ട് വെടിവെക്കുക, അങ്ങനെയുള്ള ഒരു വളരെ കുറഞ്ഞ തോതിലുള്ള ലോ ഡിഗ്രി സ്വാതന്ത്ര്യ സമരം മാത്രമാണ് ഇപ്പൊ അവരവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് അവരുടെ വിശപ്പ് അടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യം മാത്രം. അതിനപ്പുറത്തേക്കുള്ള വലിയ സ്വപ്നങ്ങളൊന്നും ഇപ്പോൾ ഹമാസിനില്ല, ഹിസ്ബുള്ളയ്ക്കില്ല, ഹൂത്തികൾക്കും ഇല്ല എന്നതാണ്. അപ്പോൾ ഇനി ഇവിടെ ഇസ്രായേലിന്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ഈ സിവിലിയൻസിനെ തൊടാതെ, അത് തൊടില്ല എന്നുള്ള ഉറപ്പ് കൊടുത്തുകൊണ്ട് ഇറാനിയൻസിന് കൂടെ നിർത്തിക്കൊണ്ട് അവർക്ക് വേണ്ടിയിട്ടും കൂടിയുള്ള ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ യുദ്ധം കാഹളം മുഴക്കുക, അത് ഹീബ്രുവിൽ എഴുതുക എന്നൊക്കെ പറയുന്നത് അവരുടെ ലക്ഷ്യം ഈ പറയുന്ന ആ ജനതയെ കുരുതി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിനാണ് നമ്മൾ കൂട്ടു നിൽക്കാതിരിക്കേണ്ടത്. അതിന് കൂട്ടു നിൽക്കാൻ ഇറാനിയൻ ജനത പോലും തയ്യാറാകില്ലാത്ത ഒരു ഘട്ടമുള്ളത് കൊണ്ട് നമുക്ക് ധൈര്യമായിട്ടിരിക്കാം. ഈ വിഷയം ഒരിക്കലും ഈ പറയുന്ന ഹമാസ് വിഷയം പോലെ ആയി മാറില്ല. കാരണം അവിടെ കൂടെ നിലവിളിക്കാൻ, ഈ പറയുന്ന ഹമാസിന് വേണ്ടിയിട്ട് ഗാസക്കാർ എങ്ങനെയാണോ നിലവിളിച്ചത് അതുപോലെ നിലവിളിക്കാൻ അവിടെ ഇറാനിയൻസിന് കിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഡെത്ത് ടു ഖമേനി, ആരിഫ് ഹുസൈൻ പറഞ്ഞതുപോലെ അതല്ല ഇറാനിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു. അതാണ് വിദേശത്തുള്ള ഇറാനിയൻസ് പോലും അതാണ് ആഗ്രഹിക്കുന്നത്. അവരുടെ പ്രക്ഷോഭങ്ങളൊക്കെ കണ്ടില്ലേ? കോൺസുലേറ്റിന് മുന്നിലും എംബസികൾക്ക് മുന്നിലുമൊക്കെ ഇറാനിയൻ അവർ ഈ ഖമേനി എത്രയും തുലയട്ടെ എന്നുള്ള രീതിയിലാണ് മുദ്രാവാക്യം മുഴക്കുന്നത്. അപ്പം നോക്കൂ, ആ ആഭ്യന്തര കലാപം നിങ്ങൾ കാണുന്നില്ല, നിങ്ങൾക്കറിയാം, പക്ഷേ നിങ്ങൾ കണ്ടില്ല എന്ന് നടിക്കുകയാണ്. അല്ലമ്പി ഇതിൽ കാണേണ്ടത് ഒരു രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ മറ്റൊരു രാജ്യം ഇടപെടുക എന്ന് പറയുന്നത് അതിസങ്കീർണമായിട്ടുള്ള നയതന്ത്ര ബന്ധങ്ങളെ പോലും വഷളാക്കുന്നതും യുദ്ധത്തിലേക്ക് അവസാനിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ്. എന്ത് അവകാശമാണ് ഇസ്രായേലിന് ആയത്തുള്ള ഖൊമേനിയെ പോലുള്ള ഒരു രാഷ്ട്ര ഭരണാധികാരിയെ പുറത്താക്കുന്നതിനും അല്ലെങ്കിൽ കൊല്ലും എന്ന് ഭീഷണിപ്പെടുത്തുന്നതിനുമുള്ള അവകാശം? ഒരു രാജ്യത്തിന് മറ്റൊരു രാജ്യത്തിന്റെ ഭരണാധികാരിയെ ആ ഭരണത്തെ അട്ടിമറിക്കുന്നതിനുള്ള അവകാശം എന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് പറഞ്ഞു വെച്ചിട്ടുണ്ട്. മറ്റൊരു രാജ്യത്തിന്റെ ഭരണാധികാരിയെ ഒരു തരത്തിലും മാറ്റുന്നതിനുള്ള അവകാശമോ അതിനുള്ള ശ്രമമോ മറ്റൊരു രാജ്യം നടത്താൻ പാടില്ല. അത് ഒരു രാഷ്ട്രതന്ത്രജ്ഞതയുടെയും ഭാഗമല്ല. ഇത് തങ്ങളുടെ മേധാവിത്വം പശ്ചിമേഷ്യയിൽ ആകമാനം ഉണ്ടാക്കിയെടുക്കുന്നതിന് ഇസ്രായേൽ നടത്തുന്ന ഏറ്റവും ഹീനവും തെമ്മാടിത്തവും നിറഞ്ഞിട്ടുള്ള ഒരു പ്രവൃത്തി മാത്രമായിട്ടാണ് ഇതിനെ കാണേണ്ടത്. മനുഷ്യരെ കൊല്ലുക, ഏത് യുദ്ധത്തിന്റെ അവസാനം സാധാരണ മനുഷ്യരുടെ കഷ്ടപ്പാടുകളാണെന്നേ, സാധാരണ മനുഷ്യരുടെ വേദനകളാണെന്നേ, നഷ്ടപ്പെടുന്നത് സാധാരണ മനുഷ്യർക്കാണ്. ആയത്തുള്ള ഖൊമേനിയുടെ ഭരണാധികാരി എന്ന നിലയിൽ അദ്ദേഹം എടുത്തിട്ടുള്ള നിലപാടുകളിൽ പലപ്പോഴും വ്യത്യസ്ത നിലപാടുകൾ എടുത്തിട്ടുള്ള ആളുകളാണ് ഇടതുപക്ഷക്കാർ. ഒരു സംശയം അക്കാര്യത്തിൽ വേണ്ട. ഇറാനിൽ അടക്കമുള്ള ഇടതുപക്ഷ പാർട്ടികൾ നടത്തുന്ന പ്രക്ഷോഭങ്ങൾ ആയത്തുള്ള ഖൊമേനിയുടെയും മതമൗലികവാദത്തിനും എതിരാണ്. ഇറാനിലെ സ്ത്രീകൾക്ക് പാർലമെന്റിൽ ഇപ്പോ നിലവിലുള്ള സാഹചര്യത്തിൽ 6% മാത്രം അംഗത്വമുണ്ട്. ലോകത്താകമാനം 23% അംഗത്വമുള്ളപ്പോഴാണ് 6% മാത്രം അംഗത്വം ഉള്ള ഇറാനിയൻ പാർലമെന്റ്. സ്ത്രീകളുടെ സുരക്ഷ, സ്ത്രീകൾക്ക് ഉള്ള അവകാശങ്ങൾ ആകപ്പാടെ നിഷേധിക്കുന്ന രാജ്യം തന്നെയാണ് ഇറാൻ. ഒരു സംശയം അക്കാര്യത്തിലില്ല. പക്ഷെ അതുകൊണ്ട് ആ രാജ്യത്തിന്റെ ഭരണാധികാരിയെയും അതുപോലെ ജനങ്ങളെയും ഇല്ലായ്മ ചെയ്യണമെന്നുണ്ട്. പലസ്തീനില്
മരുന്നും ഭക്ഷണവും നൽകാതെ ഉപരോധം ഏർപ്പെടുത്തുകയും പാലസ്തീൻ ജനങ്ങളുടെ നിലവിളി, ഗസയിലെ ജനങ്ങളുടെ നിലവിളി ആരും കേൾക്കരുതെന്ന് ആഗ്രഹിക്കുന്നത് പോലെ മാത്രമാണ്. ഒരു തരത്തിലും ഇത്തരം ഇടപെടലുകൾ മറ്റൊരു രാജ്യത്തിന്റെ ഒക്ടോബർ 7 മരിച്ചു വീണതും മനുഷ്യരാണ്. അസ്കർ, നിങ്ങൾ എന്താ അത് കാണാതെ പോകുന്നത്? ഒരു കാര്യം, തീവ്രവാദി സംഘടന നടത്തിയിട്ടുള്ള ആക്രമണം, തീവ്രവാദ സംഘടന നടത്തിയിട്ടുള്ള സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം കൂടിയുണ്ട്. ഹസ്കർ ഇവിടെ പറഞ്ഞ നുണയാണ്. ഓക്കെ, ഹസ്കർ ഇവിടെ പറഞ്ഞ നുണയാണ്. സോറി ജിബി, ഒരു സെക്കൻഡ്. ഹസ്കർ ഇവിടെ പറഞ്ഞ നുണയാണ്. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആവർത്തിക്കുകയാണ്, അതായത് മരുന്നും ഭക്ഷണവും കൊടുക്കുന്നില്ല എന്ന്. മരുന്നും ഭക്ഷണവും ഇപ്പൊ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇസ്രായേലാണ്. അത് ലോകരാജ്യങ്ങൾ കൊടുത്തയച്ചിരുന്ന എയ്ഡ് അത് തട്ടിപ്പറിക്കുകയും അത് അവരുടെ കയ്യിൽ നിന്നും അടിച്ചു മാറ്റിക്കൊണ്ട് തുരങ്കത്തിൽ കൊണ്ടുപോയി ഒളിപ്പിച്ചു വെക്കുകയും അത് പൂഴ്ത്തി വെക്കുകയും സ്വന്തക്കാർക്ക് വിതരണം ചെയ്യുകയും അതിവിടെ ലോക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത കാര്യമാണ്. അങ്ങനെ വിതരണം ചെയ്യുന്നതിന്റെ ഇടയിലേക്ക് വെടിവെച്ചിട്ട് 30 പേരെ ഇസ്രായേൽ കൊന്നു എന്ന് പറഞ്ഞ് നടന്നിട്ട് അവസാനം ഇസ്രായേൽ തന്നെ അതിന്റെ ഡ്രോൺ ഫുട്ടേജ് വിട്ടപ്പോൾ അത് പബ്ലിഷ് ചെയ്ത വാഷിംഗ്ടൺ പോസ്റ്റ് അടക്കമുള്ള ആ പത്രമാധ്യമങ്ങൾ മാപ്പെഴുതി പബ്ലിഷ് ചെയ്തത് ഇവിടുത്തെ ഇടതുപക്ഷം അറിഞ്ഞിട്ടില്ല. ഇത് നിങ്ങൾ പറഞ്ഞ പാർട്ടി ക്ലാസ്സിൽ വിശ്വസിക്കുന്ന ആളുകളുണ്ടാവും. ഇന്നത്തെ കാലത്ത് അതല്ല സ്ഥിതി, എന്റെ പൊന്നാസ്കറെ. ഓക്കെ, ഇന്ന് നാട്ടുകാരും പത്രം വായിക്കുന്നുണ്ട്, ദേശാഭിമാനി അല്ലാത്ത പത്രങ്ങളും വായിക്കുന്നുണ്ട്. അതുകൊണ്ട് മഞ്ഞപത്രമൊന്നുമല്ല, വാഷിംഗ്ടൺ പോസ്റ്റ് മഞ്ഞപത്രമാണെങ്കിൽ ഓക്കെ, നമ്മൾ സമ്മതിച്ചു. ഈ മഞ്ഞയല്ലാത്ത ചുമല പത്രം നമുക്ക് വേണ്ട. തൽക്കാലം നമുക്ക് ചുമല പത്രം വേണ്ട, ദേശാഭിമാനം നമുക്ക് വേണ്ട. ഓക്കെ, അപ്പൊ തൽക്കാലം ഞാൻ ഈ ചുമല പത്രം വായിക്കുന്നില്ല എന്ന് തീരുമാനിച്ച ആളാണ്. പണ്ട് ഞാൻ SFIയുടെ കൊടി കുറെ പിടിച്ച് നടന്നതാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അറിയാം നിങ്ങൾ എങ്ങനെ ഈ പാർട്ടി ക്ലാസ്സിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. നേതാവ് പറയും, അണികൾ കേൾക്കും. അതിനി നടപ്പില്ല പൊന്നാസ്കറെ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഈ നുണയൊക്കെ എത്ര കാലം പറയാം? ഇന്നത്തെ പത്രം നിങ്ങൾ എടുത്ത് വായിക്കൂ. ഇന്നും 5 പേരെയാണ് ഈ ഹമാസ് വെടിവെച്ച് കൊന്നിരിക്കുന്നത്. ഇന്നലെയും കൊന്നു. ഇത് നിങ്ങൾ എന്താ പറയാത്തത്? അപ്പൊ നിങ്ങൾ ഈ പറയുന്ന എയ്ഡ് കൊടുക്കുമ്പോ അവിടെ പ്രശ്നം എന്ന് പറയുന്നത് എയ്ഡ് കൊടുക്കുന്നതിനെ തകർക്കുകയും അതിനെ തുരങ്കം വെക്കുകയും കൊടുക്കുന്ന സാധനങ്ങളെ തുരങ്കത്തിൽ കൊണ്ടുപോയി ഒളിപ്പിക്കുകയും പൂഴ്ത്തി വെക്കുകയും സ്വന്തക്കാർക്ക് കൊടുക്കുകയും ബാക്കിയുള്ള ആളുകളെ പട്ടിണിക്കിട്ട് കൊല്ലുകയും എന്നിട്ട് ഇത് കൊടുക്കുന്ന സാധനം അതിനു വേണ്ടിയിട്ട് സാധാരണ അവിടുത്തെ ഹമാസിന്റെ ഈ ദുരിതം ഏൽക്കുന്ന ആളുകളെ അവിടെ വന്ന് നിലവിളിക്കുകയും ചെയ്യുന്നതിന്റെ വീഡിയോയും അതിന്റെ വാർത്തകളും അത് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഹമാസിന്റെ തന്നെ പത്രങ്ങൾ വരുമ്പോൾ അവരുടെ മുന്നിലേക്ക് ഇത് വരുമ്പോൾ അത് അവർക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റാതെ അതുപോലും പുറത്തു വന്നത് ഇവിടെ ഉള്ളപ്പോൾ നിങ്ങൾ ഈ ചുമല പത്രം വായിച്ചുകൊണ്ടിരുന്നാൽ കാര്യങ്ങൾ മനസ്സിലാവില്ല. ബാക്കിയുള്ള ആളുകൾ വേറെ പച്ച കളറും എല്ലാം വായിക്കുന്നുണ്ടെന്നുള്ള ഒന്ന് ഓർത്തേക്കുക. ആരിഫിനെ സംബന്ധിച്ചിടത്തോളം മഞ്ഞപ്പിത്തം ബാധിച്ചിരിക്കുകയാണ്. അപ്പോ അതിന് ചികിത്സ തേടാതെ ചുമലപ്പിത്തം വായിക്കുന്നതിനേക്കാൾ ബാധിക്കുന്നതിന് പച്ചപ്പിത്തം ബാധിക്കുന്നതിനേക്കാളും നല്ലതാണ് മഞ്ഞപ്പിത്തം. ഓക്കെ, അതാ പറഞ്ഞേ, പച്ചപ്പിത്തം ബാധിക്കുന്നതിനേക്കാൾ നല്ലത് മഞ്ഞപ്പിത്തം ബാധിക്കുന്നതാണ്. ഞാൻ അതങ്ങ് സഹിച്ചു. ഓക്കെ, അത് സഹിച്ചേ പറ്റൂ. സഹിക്കും. പച്ചപ്പിത്തം നമുക്ക് സഹിക്കാൻ പറ്റില്ല. പച്ചപ്പിത്തം നമുക്ക് സഹിക്കാൻ പറ്റില്ല. മഞ്ഞപ്പിത്തം നമുക്ക് സഹിക്കാം. ഓക്കെ, ആരിഫിന് അത് ചികിത്സ തേടേണ്ട അതാ പറയുന്നത്. അത് ചികിത്സിച്ചാൽ മാറും. പക്ഷെ പച്ചപ്പിത്തം ഉണ്ടല്ലോ, അത് ചികിത്സിച്ചാൽ മാറില്ല. അതൊരു ക്യാൻസർ ആണ്. അത് കൊണ്ടേ പോകുള്ളൂ. കൊണ്ടേ പോയിട്ടുണ്ട്. ഇറാനിൽ പച്ചപ്പിത്തം ബാധിച്ച കുറെ എണ്ണത്തിന് അന്ന് അവിടുത്തെ ഇസ്ലാമിക് റജീം വന്നു കഴിഞ്ഞപ്പോ കൊന്നു കളഞ്ഞു. അത് നിങ്ങൾ അറിയില്ല. നിങ്ങൾ ഈ മൂഡ് താങ്ങുമ്പോൾ ആലോചിക്കണം. ഇറാനിലെ ഇടതുപക്ഷത്തിന് എന്താ പറ്റിയത്? ഇറാനിലെ കമ്മ്യൂണിസ്റ്റുകാർ എന്താണ് അവിടുത്തെ ഈ 1979 ആ റെജീം ചേഞ്ചിന് ശേഷം എന്താ സംഭവിച്ചത് ഒന്ന് പറഞ്ഞു തരൂ. അവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരെ കൂട്ടക്കൊലയായിരുന്നു, അതറിയോ? ഈജിപ്തിലെ കമ്മ്യൂണിസ്റ്റുകാരെ കൊന്നുതള്ളുകയായിരുന്നു. എന്താ അവിടെ സംഭവം? അപ്പൊ നിങ്ങൾ ഈ പച്ചപ്പിത്തം ബാധിച്ചിട്ട് നിങ്ങൾ ഈ ഇസ്ലാമിസ്റ്റുകളുടെ മൂഡ് താങ്ങിയിട്ട് ഈ പറയുന്ന ജിഹാദികളോടൊപ്പം ചേർന്ന് ചെയ്യുമ്പോൾ ഞാൻ പോയി കഴിഞ്ഞിട്ട് പറഞ്ഞു. ഒന്ന് പറയട്ടെ. അതായത് ഒന്നാമതായി ഇറാനിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നേരെ അയത്തുള്ള ഖൊമൈനിയുടെ ഭരണകൂടം നടത്തിയിട്ടുള്ള അതിഭീകരമായിട്ടുള്ള നരനായട്ടിനെ ഇടതുപക്ഷം കാണുന്നുണ്ട്. പക്ഷെ ഇന്നത്തെ സ്ഥിതിയിൽ ഇസ്രായേൽ നടത്തുന്ന നരനായിട്ട് ഒരു തരത്തിൽ ന്യായീകരിക്കാൻ അത് നിങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്യും. അത് നിങ്ങൾക്ക് സാധിക്കില്ല. അതാണ് ഈ പ്രശ്നം. എന്ത് എസ്റ്റാബ്ലിഷ് പറ്റുന്നില്ല? തെളിയിക്ക്. നിങ്ങൾ പറയാണ് ഇന്ന് ന്യൂയോർക്കിലും ലണ്ടനിലും ബെർലിനിലും അടക്കം ലോകത്താകമാനമുള്ള രാജ്യങ്ങളിൽ ഇന്ന് ഇസ്രായേലിനെതിരെ നടത്തുന്ന സമരങ്ങൾ, ഇസ്രായേലിനെതിരെ നടത്തുന്ന റാലികൾ അങ്ങ് കണ്ടിട്ടുണ്ടാവില്ല. ആ റാലിയുടെ ബാക്കി ഞാൻ പറഞ്ഞുതരാം. ആ റാലി നയിച്ചിരുന്ന ആളുകള് മാർച്ച് ടു ഗാസ എന്നും പറഞ്ഞിട്ട് അവർ ഈജിപ്തിൽ വന്നു. ഈജിപ്തിൽ വന്നപ്പോ ഈജിപ്തുകാരെന്താ ചെയ്തത്? അവരെ പൊതുരെ തല്ലി, അവരെ അവിടെ തടഞ്ഞിട്ട് അവരെ മൂട്ടിന് തല്ലി ഓടിച്ചു. ഇന്ന് തിരിച്ച് നാട്ടിലേക്ക് ഡിപ്പോർട്ട് ചെയ്യുക ചെയ്തത്. അപ്പൊ നിങ്ങൾ ഈ പറയുന്ന ഈ ഹമാസ് സ്പോൺസേർഡ് ആയിട്ടുള്ള, ഖത്തർ സ്പോൺസേർഡ് ആയിട്ടുള്ള ഈ പ്രക്ഷോഭങ്ങൾ കാണിച്ചിട്ട് നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നല്ലോ കുറെ ഹമാസ് ഈ പറയുന്ന സപ്പോർട്ടേഴ്സ് നടത്തിയിട്ടുള്ള സാധനങ്ങൾ. ഇന്നിപ്പത്തെ സൗദിയിൽ ഹമാസ് സപ്പോർട്ടർ ആയിട്ടുള്ള ഒരു പത്രപ്രവർത്തകനെ തൂക്കിക്കൊല്ലുകയാണ് ചെയ്തത്. അപ്പൊ നിങ്ങൾ ഈ പ്രക്ഷോഭം നടക്കുന്ന
നടക്കുന്നു എന്ന് കാണിച്ചുകൊണ്ട് ചെയ്യണ്ട. നിങ്ങളെ പോലുള്ള ഇടതുപക്ഷവും ഇതുപോലുള്ള പച്ചപ്പിത്തം ബാധിച്ച ആളുകൾ ലോകത്ത് എല്ലായിടത്തും ഉണ്ട്. അത് വെച്ചിട്ട് നിങ്ങൾ ഈ പറയുന്ന സാധനം ശരിയാണെന്ന് വാദിക്കാൻ നിങ്ങൾക്ക് പറ്റില്ല. ആയിക്കോട്ടെ, ആരിഫിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ ഇറാൻ യുദ്ധം എന്ന് പറയുന്നത് യഹൂദ മതസ്ഥരും മുസ്ലിങ്ങളും തമ്മിലുള്ള യുദ്ധമാണെന്നും അത് മുസ്ലിം അധിനിവേശമാണെന്നും കരുതുക എന്നുള്ളത് ചിത്രീകരിക്കുക, അങ്ങനെ ലഘൂകരിച്ച് കാണുക. അത് സ്ട്രോമൻ ആർഗ്യുമെന്റ് ആണ്. അങ്ങനെ ഒരു സാധനം ഞാൻ വെച്ചിട്ടില്ല. ഡെത്ത് ടു ഇസ്രായേൽ എന്ന് പറയുകയും ജൂതനെ ഉന്മൂലനം ചെയ്യണമെന്ന മുഹമ്മദ് നബിയുടെ ആ ഹദീസ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടത്തുന്ന ആ ഒരു കാഹളം മുഴക്കൽ, അതിനെതിരെയാണ് ഞാൻ നിൽക്കുന്നത്. അത് ശരിയല്ല. ഇന്നത്തെ ആധുനിക ലോകത്ത് ഒരു സിവിലൈസ്ഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയിൽ ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഏതെങ്കിലും മത കിതാബിൽ എന്തെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് മാറ്റിവെച്ച് ജീവിക്കേണ്ട ആളുകളാണ് നമ്മൾ. അതിന് പകരം അത് ശരിയാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഡെത്ത് ടു ഇസ്രായേൽ എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് ഏത് രാജ്യം പറഞ്ഞാലും, അതിനിപ്പോ മുസ്ലിം രാജ്യം ആയിക്കോട്ടെ, അത് ക്രിസ്ത്യൻ രാജ്യം ആയിക്കോട്ടെ, നമ്മൾ അതിനെ എതിർത്തിരിക്കും. ഇവിടെ അത് നിർഭാഗ്യവശാൽ മുസ്ലിം രാജ്യമായി പോകുന്നു, നിർഭാഗ്യവശാൽ മുസ്ലിം രാജ്യം മാത്രമേ പറയുന്നുള്ളൂ എന്നതാണ് ഇവിടുത്തെ പ്രശ്നം. ഓക്കെ, ആരിഫേ, ഹദീസുകൾ എന്ന് പറയുന്നത് മുഹമ്മദ് നബി മരണപ്പെട്ടതിന് ശേഷം 230 വർഷം ഹദീസ് നിങ്ങൾ തള്ളിയോ? അല്ല, ഹദീസുകൾ എന്ന് പറയുന്നത് എനിക്ക് വ്യത്യസ്ത അഭിപ്രായമുണ്ട്. അപ്പൊ ഹമാസിന്റെ ചാർട്ടറിലെ ആർട്ടിക്കിൾ 7 നിങ്ങൾ വായിക്കുക, അതിലൊരു ഹദീസാണ് എഴുതി വെച്ചിരിക്കുന്നത്. ആ ഹദീസ് ഏതാണ്? അതൊക്കെ ഹമാസിന്റെ കാര്യമല്ലേ? ഹമാസ് അപ്പൊ പ്രശ്നമാണെന്നല്ലേ അല്ലാന്നല്ലേ നിങ്ങൾ പറഞ്ഞു? അതല്ല, ഓരോ സംഘടനയ്ക്കും അവരവരുടേതായ. അപ്പൊ ഹമാസ് പ്രശ്നമാണോ? അല്ല, ഹമാസ് ഓരോ സംഘടനയ്ക്കും അവരവരുടേതായ നിലപാട്. ഹമാസ് പ്രശ്നമാണോ? അല്ലേ? അല്ല, എന്ത് പ്രശ്നം? ഹമാസിന്റെ ചാർട്ടറിൽ അവർ 7ാമത്തെ ആർട്ടിക്കിൾ എഴുതി വെച്ചിരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഒരു ചോദ്യം തിരിച്ചു ചോദിക്കുന്നു. പാലസ്തീൻ ഒരു രാജ്യമായി പ്രഖ്യാപിക്കണം എന്നുള്ളതിന് അവർക്ക് പരമാധികാരം നൽകണം എന്നുള്ളതിന് എന്തെങ്കിലും തർക്കമുണ്ടോ? ആർക്ക് തർക്കമുണ്ടോന്ന്? നമുക്ക് തർക്കമല്ല, പക്ഷെ തർക്കമുള്ള ഒരു കൂട്ടരുണ്ട്, അത് ഹമാസാണ്. അവരെ പോട്ടെ, നിങ്ങൾക്ക് തർക്കമുണ്ടോ? എനിക്കെന്തിനാ തർക്കം? പക്ഷെ അവർ അംഗീകരിക്കാത്ത സാധനം നമ്മൾ ഇതിനെ അടിച്ചേൽപ്പിക്കുന്നത്. അതെ, അതാണ് പ്രശ്നം. ഹമാസിന് അങ്ങനെ ആവശ്യമില്ല. അവരുടെ ആവശ്യം റിവർ ടു സീ പാലസ്റ്റൈൻ വിൽ ബി ഫ്രീ എന്ന് പറയുമ്പോൾ അവിടെ ഇസ്രായേൽ ഉണ്ടോ? നിങ്ങൾ അത് പറയും. റിവർ ടു സീ പാലസ്റ്റൈൻ വിൽ ബി ഫ്രീ എന്ന് പറയുമ്പോൾ അതിൽ ഇസ്രായേൽ ഉണ്ടോ? ഇല്ലേ? ഏതാ? നിശ്ചയമായി ഇസ്രായേലും ഉണ്ടാവണം. ഇസ്രായേൽ ഉണ്ടാവില്ല. റിവർ ടു സീ പാലസ്റ്റൈൻ വിൽ ബി ഫ്രീ എന്ന് പറയുമ്പോൾ അവിടെ ഇസ്രായേലിന്റെ ഉന്മൂലനമാണ്. അത് ആദ്യം മനസ്സിലാക്കുക. അവിടെ എവിടെ ഇസ്രായേൽ ഉള്ളത്? റിവറും ഈ സീയും ഏതാണ് നിങ്ങൾ ആദ്യം പറയും. ഇസ്രായേലിനെ ഉന്മൂലനം ചെയ്യണം എന്ന് ചിത്രീകരിക്കുകയും ഇസ്രായേലിനെ ചിത്രീകരിക്കുകയല്ല, അത് എഴുതി വെച്ചിരിക്കുകയാണ്. അത് ചിത്രീകരിക്കുകയല്ല, അത് എഴുതി വെച്ചാണ്. ഹമാസിന്റെ ചാർട്ടറിൽ ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് ആണ്, ഇസ്ലാം വിൽ ഒബ്ലിറ്ററേറ്റ് ഇസ്രായേൽ ജസ്റ്റ് ലൈക്ക് ആസിഡ് ഒബ്ലിറ്ററേറ്റഡ് അതേഴ്സ് ബിഫോർ ഇറ്റ് എന്ന് തന്നെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. അതിന് അവർ കാരണം പറയുന്നത് ഈ ഹദീസാണ്. ഹമാസ് അല്ലേ ഇവിടെ യുദ്ധമായിട്ട് ഇറങ്ങിയത്? ഒക്ടോബർ 7 അവർ ചെയ്തത് ശരിയാണെന്നല്ലേ നിങ്ങൾ തുടക്കത്തിൽ പറഞ്ഞത്? എന്നിട്ട് ഇപ്പൊ ഈ ഹമാസിന്റെ പുസ്തകത്തിൽ എഴുതിയ സാധനം പറയുമ്പോൾ ഹമാസ് മോശക്കാരാവുന്നു എന്ന് പറഞ്ഞാൽ അതെങ്ങനെ ശരിയാവുക? നിങ്ങൾ ഏതെങ്കിലും ഒരെണ്ണം പറയും. അധിനിവേശം നടത്തുന്ന ഏതൊരു രാജ്യമാണെങ്കിലും അപ്പൊ ഹമാസ് പ്രശ്നമാണോ? അതാ ഞാൻ ചോദിക്കണേ. റിവർ ടു സീ പാലസ്റ്റൈൻ വിൽ ബി ഫ്രീ എന്ന് പറയുന്ന ഒരു അധിനിവേശ സ്ലോഗൻ അല്ലേ? ഹിസ്ബുള്ളയുണ്ട്. റിവർ ടു സീ പാലസ്റ്റൈൻ വിൽ ബി ഫ്രീ എന്ന് പറയുമ്പോൾ അതിൽ ഇസ്രായേൽ ഉണ്ടോ? ഇല്ലേ? അതല്ല, പാലസ്തീൻ ഫ്രീ ആയാലേ പറ്റും. അത് അവരുടെ കാര്യം. അതിൽ ഇസ്രായേൽ ഉണ്ടോ? ഇല്ലേ? നിങ്ങൾ 2 സ്റ്റേറ്റ് സൊല്യൂഷൻ വേണമെന്ന് പറയുകയും എന്നിട്ട് ഈ പറയുന്ന പാലസ്റ്റൈൻ വിൽ ബി ഫ്രീ റിവർ ടു സീ എന്ന് പറഞ്ഞാൽ ശരിയാവും. അതാണ് ഞാൻ ചോദിക്കുന്നത്. അത് ആരിഫ് ഹമാസിനോട് ചോദിക്കേ, എന്നോട് ചോദിച്ചിട്ട് കാര്യം. ഹമാസിനോട് ചോദിച്ചു, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അവര് പറയുന്നത് ഇസ്രായേലിന് ഉന്മൂലനം ചെയ്യുന്നതാണ് ഇടതുപക്ഷം, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഇടതുപക്ഷത്തെ സംബന്ധിച്ചുള്ള ഇടതുപക്ഷത്തിന് കൃത്യമായ രാഷ്ട്രീയ നിലപാട്. ഞാൻ ഹമാസിനോട് നേരിട്ട് ചോദിച്ചു, അവര് പറയുന്നത് ഇസ്രായേൽ പാടില്ല എന്നാണ്. ഇനി കേരളത്തിലെ ഹമാസിനോട് ഞാൻ നേരിട്ട് ചോദിക്കുകയാണ്, ഹസ്കർ പറയൂ, ഈ റിവർ ടു സീ പാലസ്റ്റൈൻ വിൽ ബി ഫ്രീ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഇസ്രായേൽ ഉണ്ടോ? ഇല്ലേ? നിങ്ങൾ പറയൂ. അല്ല, ഒറ്റ കാര്യം കൂടി അഡ്വക്കേറ്റ് അസ്ക, ഒക്ടോബർ 7 ഇസ്രായേൽ ആക്രമിക്കപ്പെട്ടപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ യുദ്ധവിരുദ്ധ റാലി ഒന്നും സംഘടിപ്പിച്ചില്ല? അല്ല, ഒക്ടോബർ 7 ഇസ്രായേൽ ആക്രമിക്കുന്ന ആ ആക്രമണത്തെ സംബന്ധിച്ച് വ്യത്യസ്ത നിലപാട് ഇടതുപക്ഷത്തിനുണ്ട്. അത് എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് അതിന്റെ പിന്നാമ്പുറം കൂടി പോകണം. ഒക്ടോബർ 7 മാത്രം വെച്ചുകൊണ്ടിരിക്കണേ. അതിന് പിന്നാമ്പുറത്ത് പലസ്തീൻ ജനങ്ങൾക്കും നേരെ ഇസ്രായേൽ നടത്തുന്ന കടുത്ത അധിനിവേശം, പ്രതിരോധം. കടുത്ത അധിനിവേശം 2005 മുതൽ ഗാസ ഭരിച്ചുകൊണ്ടിരുന്നത് ആരാണ്? ഇസ്രായേൽ നടത്തിയിട്ടുള്ള ഇടപെടലുകൾ 2005 മുതൽ ഗാസ ഭരിച്ചുകൊണ്ടിരുന്നതാണ്. ചോദ്യം ചോദിച്ചുകൊണ്ടിരുന്ന നിങ്ങൾ ഇതുപോലെ നുണ പറഞ്ഞുകൊണ്ടിരുന്നത് എനിക്ക് ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കേണ്ടി വരും. നിങ്ങൾ നുണയാണ് പറയുന്നത്. ഇസ്രായേൽ അധിനിവേശം നടത്തുന്നില്ല. 2005 മുതൽ ഗാസ ആരാ ഭരിക്കുന്നതെന്ന് പറയും. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്.
മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.